പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച ജെറ്റ് എഞ്ചിനാണ് കാവേരി. തേജസ് ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് കാവേരി എഞ്ചിൻ ഡെവലപ്പ് ചെയ്തത്. എന്നാൽ തേജസിൽ ഉപയോഗിക്കുന്നതിന് വേണ്ട അത്രയും ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുവാൻ കാവേരി എഞ്ചിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ കാവേരി എഞ്ചിൻ പ്രോഗ്രാമിനെ തേജസ് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിൽ നിന്നും ഡീലിങ്ക് ചെയ്യുകയായിരുന്നു. ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ മാത്രമായിരുന്നില്ല എഞ്ചിൻ ബ്ലേഡുകളുടെ വൈബ്രേഷൻ, എഞ്ചിനിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ഓയിൽ ലീക്സ്, ഹൈ ആൾട്ടിറ്റ്യൂഡിലും ഹൈ ടെമ്പറേച്ചറിലുമുള്ള പെർഫോമൻസിന്റെ പോരായ്മകൾ, ഭാരക്കൂടുതൽ എന്നിങ്ങനെ പല പ്രശ്നങ്ങളും കാവേരി എഞ്ചിനുണ്ടായിരുന്നു. ഇവയെല്ലാം തന്നെ ഒരു പരിധിവരെ ഇപ്പോൾ പരിഹരിച്ചിരിക്കുകയാണ്. കാവേരി എഞ്ചിൻ ഇപ്പോൾ ഒരു വർക്കിംഗ് എഞ്ചിനാണ്. എന്നാൽ ഇവ ഇപ്പോഴും തേജസ് എയർക്രാഫ്റ്റിൽ ഉപയോഗിക്കുവാൻ കഴിയുന്ന രീതിയിൽ അഡ്വാൻസ്ഡ് ആയിട്ടില്ല. 71 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് മാത്രമേ കാവേരി എഞ്ചിന് നിലവിൽ പ്രൊഡ്യൂസ് ചെയ്യുവാൻ സാധിക്കൂ. കാവേരി എഞ്ചിന് 1180 കിലോഗ്രാമാണ് ഭാരം. നിലവിൽ തേജസിൽ ഉപയോഗിക്കുന്ന GEF404 എഞ്ചിന് 85 കിലോ ന്യൂട്ടൺ ആണ് മാക്സിമം ത്രസ്റ്റ്. ഇതിന്റെ വെയിറ്റ് 1035 കിലോഗ്രാം മാത്രമാണ്. അതായത് കാവേരി എഞ്ചിന് 145 കിലോഗ്രാം കൂടുതൽ ഭാരമുണ്ട്. എന്നാൽ 14 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് കുറവുമാണ്. ഇത്തരത്തിൽ പെർഫോമൻസ് കുറഞ്ഞ കാവേരി എഞ്ചിൻ തേജസിൽ ഘടിപ്പിച്ചാൽ തേജസ് എയർക്രാഫ്റ്റിന്റെ പെർഫോമൻസ് വളരെയധികം കുറയും. അതുകൊണ്ടാണ് കാവേരി എഞ്ചിനെ തേജസ് എയർക്രാഫ്റ്റുകളിൽ ഉപയോഗിക്കാത്തത്. കാവേരി എഞ്ചിനെ കുറിച്ചുള്ള ചില അപ്ഡേറ്റുകൾ നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. കാവേരി എഞ്ചിൻ LCA തേജസിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാൻ പോകുന്നു എന്നതാണ് ഈ അപ്ഡേറ്റ്. തീർച്ചയായും ഇത് കാവേരി എഞ്ചിനെ ടെസ്റ്റ് ചെയ്യുവാൻ വേണ്ടി മാത്രമാണ്. കാവേരി എഞ്ചിന് നിലവിൽ 3 വേരിയന്റുകളാണുള്ളത്. ബേസ് ലൈൻ കാവേരി എഞ്ചിൻ, കാവേരി ഡെറിവേറ്റീവ് എഞ്ചിൻ അഥവാ ഡ്രൈ കാവേരി എഞ്ചിൻ, കാവേരി 2.0 എഞ്ചിൻ എന്നിവയാണ് ആ വേരിയന്റുകൾ. ഡ്രൈ കാവേരി എഞ്ചിൻ ഘാതക് സ്റ്റെൽത്ത് അൺമാൻഡ് ബോംബർ എയർക്രാഫ്റ്റിന് വേണ്ടി നിർമ്മിക്കുന്നവയാണ്. ഡ്രൈ കാവേരി എഞ്ചിൻ ഏറെക്കുറെ എല്ലാ ടെസ്റ്റുകളും പൂർത്തിയാക്കി കഴിഞ്ഞു. അവയുടെ പെർഫോമൻസ് തൃപ്തികരവുമാണ്. കാവേരി ഡെറിവേറ്റീവ് എഞ്ചിൻ ഘാതക് ബോംബറിൽ ഉപയോഗിക്കുന്ന അതേ സാഹചര്യങ്ങളിലുള്ള ടെസ്റ്റിങ്ങും അതിന്റെ വാലിഡേഷനും പൂർത്തിയായി കഴിഞ്ഞു. അവസാന ഘട്ട ഫ്ലൈറ്റ് ടെസ്റ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അവ കൂടി പൂർത്തിയാക്കിയാൽ ഡ്രൈ കാവേരി എഞ്ചിൻ ഘാതക് സ്റ്റെൽത്ത് ബോംബറിൽ ഇന്റഗ്രേറ്റ് ചെയ്യും. ഈ ഒരു ചരിത്ര നിമിഷത്തിനായി നമുക്ക് കാത്തിരിക്കാം. അതുപോലെ തന്നെ DRDO ഡെവലപ്പ് ചെയ്യുന്ന മറ്റൊരു കാവേരി എഞ്ചിൻ വേരിയന്റ് ആണ് കാവേരി 2.0. കാവേരി 2.0 എഞ്ചിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമല്ല. എന്നാൽ ഇത്തരമൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. പല സോഴ്സുകളിൽ നിന്നുള്ള ഹിന്റുകൾ അനുസരിച്ചാണ് ഇനി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയത്. കാവേരി ഡെറിവേറ്റീവ് എഞ്ചിനിൽ DRDO ഡെവലപ്പ് ചെയ്ത പുതിയ ആഫ്റ്റർ ബർണർ സെക്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്തതാണ് കാവേരി 2.0 എന്ന് ചില റിപ്പോർട്ടുകളുണ്ട്. മറ്റ് ചില സൂചനകൾ അനുസരിച്ച് കാവേരി ഡെറിവേറ്റീവ് എഞ്ചിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേരിയന്റ് എന്ന നിലയ്ക്കാണ് കാവേരി 2.0 ഡെവലപ്പ് ചെയ്യുന്നത്. അടുത്ത 5-10 വർഷങ്ങൾക്കുള്ളിൽ ഇതിന്റെ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് കരുതുന്നത്. ഇത് എത്രത്തോളം സത്യമാണ് എന്ന് അറിയുകയില്ല. അതുകൊണ്ട് തന്നെ കാവേരി 2.0 എഞ്ചിന്റെ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നില്ല. ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഒന്നും തന്നെ ലഭ്യമല്ല. ഇത്രയും വിവരങ്ങൾ തന്നെ പല സോഴ്സുകളിൽ നിന്നുള്ള ഹിന്റുകൾ അനുസരിച്ചാണ് മനസ്സിലാക്കിയത്. കാവേരി എഞ്ചിനെ ടെസ്റ്റ് ചെയ്യുവാൻ തേജസിൽ ഘടിപ്പിക്കുന്നതിനു വേണ്ടി DRDO ഇന്ത്യൻ എയർഫോഴ്സുമായി ചർച്ചകൾ നടത്തിയിരുന്നു. ഈ ചർച്ചകൾ ഫലവത്തായിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. കാവേരിയുടെ ഏത് വേരിയന്റ് ആണ് എന്ന് കൃത്യമായി പറയുവാൻ സാധിക്കുകയില്ല. കാവേരി ഡെറിവേറ്റീവ് എഞ്ചിനിൽ ആഫ്റ്റർ ബർണർ സെക്ഷൻ ഘടിപ്പിച്ചതായിരിക്കാം തേജസിൽ ഫ്ലൈറ്റ് ടെസ്റ്റ് ചെയ്യുന്ന കാവേരി വേരിയന്റ് എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. ഇതിന് കാരണം ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ചിത്രമാണ്. 2 ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഈ ചിത്രം പബ്ലിക് ഡൊമൈനിൽ എത്തിയിട്ടുള്ളത്. ദി വീക്കാണ് ഈ ചിത്രം പുറത്തുവിട്ടത്. ഇവർ ഇതിനെ കാവേരി ഡെറിവേറ്റീവ് എഞ്ചിൻ എന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ എഞ്ചിനിൽ ആഫ്റ്റർ ബർണർ സെക്ഷൻ കൂടി നൽകിയിട്ടുണ്ട്. ഘാതക് സ്റ്റെൽത്ത് ബോംബറിൽ ഉപയോഗിക്കുന്ന ഡ്രൈ വേരിയന്റിന് ആഫ്റ്റർ ബർണർ സെക്ഷൻ ഇല്ല. ഈ എഞ്ചിന്റെ മുൻഭാഗത്തെ ഫാനും മറ്റ് കമ്പോണന്റുകളും കാവേരി ഡെറിവേറ്റീവ് എഞ്ചിനെ പോലെ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കാവേരി ഡെറിവേറ്റീവ് എഞ്ചിനിൽ ആഫ്റ്റർ ബർണർ സെക്ഷൻ ഘടിപ്പിച്ച എഞ്ചിൻ തന്നെ ആയിരിക്കും എന്നാണ് അനുമാനിക്കുന്നത്. കാവേരി എഞ്ചിനും കാവേരി ഡെറിവേറ്റീവ് എഞ്ചിനും തമ്മിൽ 75% കോമണാലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ കാവേരി ഡെറിവേറ്റീവ് എഞ്ചിനിൽ ആഫ്റ്റർ ബർണർ സെക്ഷൻ ഘടിപ്പിച്ച എഞ്ചിനാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ എഞ്ചിൻ തന്നെയാണോ കാവേരി 2.0 എഞ്ചിൻ എന്നും അറിയുകയില്ല.
കാവേരി എഞ്ചിൻ തേജസിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ആയിരിക്കും പാർട്ണർ. തേജസ് നിർമ്മിക്കുന്നത് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ സഹായമില്ലാതെ കാവേരി എഞ്ചിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാൻ സാധിക്കുകയില്ല. ലഭ്യമായ അറിവനുസരിച്ച് ഇൻ്റഗ്രേഷൻ വർക്ക് ആരംഭിച്ചു കഴിഞ്ഞു. അടുത്ത 8 മാസം കൊണ്ട് ഇൻ്റഗ്രേഷൻ പൂർത്തിയാകും. ഈ വിവരങ്ങൾ എത്രത്തോളം ശരിയാണ് എന്നറിയുകയില്ല. ഘാതക് സ്റ്റെൽത്ത് UCAVയിൽ കാവേരി ഡെറിവേറ്റീവ് എഞ്ചിൻ ഘടിപ്പിക്കുന്ന കാര്യമാണോ എന്നും സംശയമുണ്ട്. കാവേരി എഞ്ചിൻ തേജസിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മറ്റൊരു ചരിത്ര സംഭവമായിരിക്കും. വളരെ വർഷങ്ങളായി DRDOയുടെ ഒരു ആവശ്യമായിരുന്നു തേജസ് എയർക്രാഫ്റ്റിൽ കാവേരി എഞ്ചിൻ ഘടിപ്പിച്ച് ടെസ്റ്റ് ചെയ്യുക എന്നത്. ഒരു ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുന്നതും അത് ഒരു എയർക്രാഫ്റ്റിൽ ഉപയോഗിച്ച് പരീക്ഷിക്കുന്നതും വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞതാണ്. എത്രയൊക്കെ ടെസ്റ്റുകൾ നടത്തിയാലും ഒരു എയർക്രാഫ്റ്റിൽ ഘടിപ്പിച്ച് എഞ്ചിനെ പ്രവർത്തിപ്പിക്കുക എന്നത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. നമ്മൾ ഏതൊക്കെ തരത്തിൽ എത്രയൊക്കെ ടെസ്റ്റ് ചെയ്താലും റിയൽ വേൾഡിലുള്ള പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ കാവേരി എഞ്ചിൻ തേജസിൽ ഘടിപ്പിച്ച് പരീക്ഷണങ്ങൾ നടത്തുന്നത് വലിയ ഒരു നേട്ടം തന്നെയാണ്. നമ്മൾ സ്വന്തമായി നിർമ്മിച്ച എയർക്രാഫ്റ്റിൽ നമ്മൾ സ്വന്തമായി നിർമ്മിച്ച ജെറ്റ് എഞ്ചിൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പ്രവർത്തിപ്പിക്കുന്നതോടുകൂടി കൂടുതൽ ഓഫറുകളുമായി പല വിദേശ രാജ്യങ്ങളും എത്തുമെന്ന കാര്യവും ഉറപ്പാണ്. ഫ്രാൻസുമായി ചേർന്ന് AMCAയ്ക്ക് വേണ്ടി 120 കിലോ ന്യൂട്ടൺ എഞ്ചിൻ ഇന്ത്യ നിർമ്മിക്കുന്നുണ്ട്. ഈ ടെക്നോളജികൾ ഉപയോഗിച്ച് കാവേരി 2.0, കാവേരി ഡെറിവേറ്റീവ് എഞ്ചിൻ, കാവേരി എഞ്ചിൻ എന്നിവയെ കൂടുതൽ അഡ്വാൻസ്ഡ് ആക്കി മാറ്റുവാൻ ഇന്ത്യക്ക് സാധിക്കും. AMCAയുടെ ഡെവലപ്മെന്റിന് പാരലലായി തന്നെ കാവേരി 2.0 എഞ്ചിൻ ഉൾപ്പെടെയുള്ളവയെ നിർമ്മിക്കുവാൻ നമുക്ക് സാധിക്കും. കൂടുതൽ മെച്ചപ്പെട്ട സ്റ്റെൽത്ത് ബോംബറുകൾ നിർമ്മിക്കുവാൻ കാവേരി 2.0 എഞ്ചിൻ ഉപയോഗിക്കാം. നിലവിൽ ഘാതകിൽ ഒരു കാവേരി ഡെറിവേറ്റീവ് എഞ്ചിൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതായത് ഘാതക് ഒരു സിംഗിൾ എഞ്ചിൻ പ്ലാറ്റ്ഫോമാണ്. ഘാതക് സ്റ്റെൽത്ത് ബോംബറിന്റെ തന്നെ കൂടുതൽ വലിയ ഒരു വേരിയന്റ് ഉണ്ടാക്കുവാൻ 2 or 4 കാവേരി ഡെറിവേറ്റീവ് എഞ്ചിനുകൾ അല്ലെങ്കിൽ കാവേരി 2.0 എഞ്ചിനുകൾ ഉപയോഗിച്ച് നമുക്ക് സാധിക്കും. അതുപോലെ മറ്റ് പലതരത്തിലുള്ള സ്റ്റെൽത്ത് പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കുവാനും ഈ എഞ്ചിനുകളിലൂടെ കഴിയും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇത്തരത്തിലുള്ള പലതരം വാർത്തകളും കാവേരി എഞ്ചിനെ കുറിച്ച് മുമ്പും വന്നിട്ടുണ്ട്. എന്നാൽ അവയൊന്നും തന്നെ എങ്ങും എത്തിയിട്ടില്ല. ഇത്തവണ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാവേരി എഞ്ചിൻ തേജസിൽ ഘടിപ്പിച്ച് ഫ്ലൈറ്റ് ടെസ്റ്റുകൾ നടത്തും എന്ന് തന്നെ നമുക്ക് കരുതാം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് സുഖോയ് 30 MKIയിൽ ഉപയോഗിക്കുന്ന AL-31FP എഞ്ചിനെ കാവേരി ഡെറിവേറ്റീവ് എഞ്ചിന്റെ ടെക്നോളജി ഉപയോഗിച്ച് കൂടുതൽ അഡ്വാൻസ്ഡ് ആക്കി മാറ്റുവാൻ ഇന്ത്യ ശ്രമിക്കുന്നു എന്നത്. കാവേരി ഡെറിവേറ്റീവ് എഞ്ചിനായി ഇന്ത്യ ഡെവലപ്പ് ചെയ്ത അഡ്വാൻസ്ഡ് ആയ ബ്ലേഡ് കൂളിംഗ് ടെക്നോളജികൾ, ഡിജിറ്റൽ കൺട്രോൾ, ഹൈ ടെമ്പറേച്ചർ മെറ്റീരിയൽസ് എന്നിവ നിലവിലെ AL-31FPയിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് AL-31FP എഞ്ചിന്റെ ത്രസ്റ്റ് 10 മുതൽ 15% വരെ വർദ്ധിപ്പിക്കുവാനാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം എഞ്ചിന്റെ ലൈഫ് വർദ്ധിപ്പിക്കുവാനും സാധിക്കും. 10 മുതൽ 15% വരെ ത്രസ്റ്റ് വർദ്ധിപ്പിക്കുക എന്നത് ഒരു ചെറിയ കാര്യമല്ല. AL-31FP എഞ്ചിനുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നവയാണ്. എന്നാലും ഇതിന്റെ പ്രധാനപ്പെട്ട ടെക്നോളജികൾ ഇപ്പോഴും റഷ്യയിൽ നിന്നുമാണ് സപ്ലൈ ചെയ്യുന്നത്. ഇത്തരം അപ്ഗ്രേഡുകൾക്ക് റഷ്യയുടെ സഹായം കൂടി ആവശ്യമാണ്. അതിന് റഷ്യ തയ്യാറാകുമോ എന്നുള്ള കാര്യം അറിയുകയില്ല. റഷ്യ ഇന്ത്യക്ക് അവരുടെ പുതിയ എഞ്ചിനുകൾ ഓഫർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ AL-31FP എഞ്ചിനുകളെ അപ്ഗ്രേഡ് ചെയ്യുവാൻ റഷ്യയ്ക്ക് താല്പര്യമുണ്ടാവുകയില്ല. പുതിയ എഞ്ചിനുകൾ വാങ്ങുവാനുള്ള കരാറുകളിലായിരിക്കും റഷ്യ താല്പര്യപ്പെടുക. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് AL-31FP എഞ്ചിനുകളുടെ അപ്ഗ്രേഡ് തന്നെയാണ് കൂടുതൽ ലാഭകരം. ഇന്ത്യയുടെ ഈ ഒരു പ്രപ്പോസൽ റഷ്യ അംഗീകരിക്കുമോ എന്നുള്ള കാര്യം വരും നാളുകളിൽ അറിയാം. മുൻപ് ഇന്ത്യ നടത്തിയ ഇത്തരം ചില ശ്രമങ്ങൾ റഷ്യ സഹകരിക്കാത്തതിനാൽ നടന്നിരുന്നില്ല. സുഖോയ് 30 MKI എയർക്രാഫ്റ്റിനെ സൂപ്പർ സുഖോയ് സ്റ്റാൻഡേർഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതിന്റെ ഭാഗം കൂടി ആയിരിക്കാം ഈ ഒരു എഞ്ചിൻ അപ്ഗ്രേഡ്. പ്രിയപ്പെട്ടവരെ, ഇത്രയും വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.